ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. പിസ്സ ബേസ് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഒരു ബൗളിലേക്ക് 75 മില്ലി നീര് ചൂടുള്ള വെള്ളം എടുക്കുക. 1 കപ്പ് മൈദമാവിനുള്ള വെള്ളമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് മൂടി വെച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം തുറന്ന് ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കുക. 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 കപ്പ് മൈദ മാവ് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത മാവിൻ്റെ പുറത്ത് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം മൂടി വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 1 മണിക്കൂർ കൊണ്ട് ഇത് നന്നായിട്ട് പൊങ്ങി വരും. 1 മണിക്കൂറിന് ശേഷം ഇത് തുറന്ന് മാവിലെ എയർ ബബിൾസൊക്കെ ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ചപ്പാത്തി പരത്തുന്ന പലകയിലേക്ക് കുറച്ച് പൊടി തൂവി പരത്താനുള്ള മാവ് ഇതിൻ്റെ പുറത്തേക്ക് വയ്ക്കാം. ഒന്ന് കൈകൊണ്ട് ഉരുട്ടിയതിന് ശേഷം വെച്ച് കൊടുക്കാം. എന്നിട്ട് റോളർ ഉപയോഗിച്ച് നമുക്ക് വളരെ സോഫ്റ്റായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഈ മാവ് കൊണ്ട് ഞാൻ ഒരു പിസ്സ ബേസാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് കട്ടിയിൽ വട്ടം കൂടുതലുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. വട്ടം കുറച്ചുണ്ടാക്കാനാണെങ്കിൽ 2 എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് കട്ടിയിൽ ആണ് ഇത് പരത്തിയെടുക്കേണ്ടത്. എന്നിട്ട് 2 സൈഡും ഒരു ഹാഫ് കുക്ക് ആക്കിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ എത്ര എണ്ണം വേണമെങ്കിലും ഉണ്ടാക്കിയിട്ട് സൂക്ഷിക്കാം. ഉടനെ തന്നെ ഉണ്ടാക്കണമെങ്കിൽ ഇത് ഈ പാനിലൊന്ന് പരത്തി അരികൊക്കെ ഒന്ന് പരത്തിയതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് പിസ്സയ്ക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ഈ മാവ് കൊണ്ട് തന്നെ നമുക്ക് കുബൂസ് ഉണ്ടാക്കിയെടുക്കാം. വട്ടം കുറച്ച് കട്ടിയിൽ പരത്തിയതിന് ശേഷം 2 പുറവും നന്നായിട്ട് മുരിച്ചെടുത്താൽ കുബൂസ് റെഡിയാകും. അപ്പോൾ പിസ്സ ബേസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് മനസ്സിലായില്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.